സർ, സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇനി ആരാകും പാർട്ടി ജനറൽ സെക്രട്ടറി? ഈ മാസം 27-ന് ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം യെച്ചൂരി എന്ന് പറയുന്നത് എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങളും ഒന്നും പുറത്തുവിടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി കൊണ്ടുപോയിരുന്ന ഒരു നേതാവാണ്. അത്തരത്തിലൊരു നേതാവിന് പാർട്ടിയിലുണ്ടോ? അല്ല, ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം CPM ഈ അടുത്ത കാലത്ത് ഒന്നും നേരിടാത്ത തരത്തിലുള്ള ഒരു നേതൃപ്രതിസന്ധി CPM-ന് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയാണ്. CPM വളരെ ചെറുതായിരിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ, അതേപോലെ തന്നെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളിലും ഒക്കെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടപെടാനായിട്ടുള്ള ഒരു കാലിബർ എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് തുടങ്ങിയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രകാശ് 3 ടൈം സെക്രട്ടറി ആയിരുന്നു, ഇനി പ്രകാശിന് ഇല്ല. അപ്പോൾ അടുത്ത നിലക്കാണ് യെച്ചൂരി വരുന്നത്. യെച്ചൂരിയുടെ 3 ടൈം കഴിയാൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പുതിയ ഒരാളെ കണ്ടെത്തുന്ന തരത്തിൽ പാർട്ടി ഒരു പ്രവർത്തനവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി ഒന്നുമല്ലാതായി. ഈ പലരും കളിയാക്കുന്ന പോലെ അനിസ്പ്രേ പൊടി പോലുമില്ല കണ്ടെത്താൻ എന്ന് പറയുന്ന തലത്തിൽ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ പാർട്ടി ഇല്ലാതായി. അത് ചെറിയൊരു ഷോക്കല്ല പാർട്ടിക്ക് ഉണ്ടാക്കിയേക്കണം അവർ, പക്ഷേ അത് പുറത്ത് പ്രകടമാക്കില്ലായിരിക്കും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പുതിയ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കൺസെപ്റ്റിന് തന്നെ വലിയ ഒരു പ്രസക്തി ഇല്ലാതെ നിൽക്കുകയായിരുന്നു വരുന്ന എനിക്ക്. പക്ഷേ അങ്ങനെ പറയുന്നതിൽ കഥയില്ല. എന്തായാലും പാർട്ടിയായിട്ട് നിലനിൽക്കുമ്പോൾ അതിന് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് ജനറൽ സെക്രട്ടറി ആവശ്യമാണ്. ആ സെക്രട്ടറി ആവട്ടെ പലതരത്തിലുള്ള ഇൻ്റലക്ച്വൽ കാലിബറുള്ള ഒരാളായിരിക്കും. ഇപ്പോൾ യെച്ചൂരി മരിച്ച സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയത് യെച്ചൂരി ഇന്ത്യയിൽ CBSE റാങ്ക് ഹോൾഡറാണ് എന്നുള്ള കാര്യം. അതുമാതിരത്തെ ഒരാളല്ല ഇപ്പോൾ നമുക്ക് CPM-ൽ കണ്ടെത്താനായിട്ട് പറ്റില്ല. പഴയ കാലത്തുള്ള നേതാക്കൾക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള കരിസ്മയൊക്കെ ഉണ്ട്. പക്ഷേ പുതിയ പിള്ളേർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിവിടെ കാണുന്ന SFI പിള്ളേർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റ് പാസ്സായി നടക്കുന്ന കക്ഷികളാണ്. എന്നുവെച്ചാൽ അവർ ഒരിക്കലും ഒരു ഇൻ്റലക്ച്വൽ അറീനയിൽ കോമ്പറ്റീറ്റീവ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തുള്ള പുതിയ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരെ പോലുള്ള ആളുകളിൽ നിന്ന് നമുക്കൊരിക്കലും CPM-ൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ പഴയ ആളുകൾ തന്നെയാണ് പാർട്ടി തിരഞ്ഞെടുക്കാൻ പോകുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പ്രശ്നം വൃന്ദ കാരാട്ടിന്റെ പേര്, MA ബേബിയുടെ പേര്, പിന്നെ മറ്റേ സലീം എന്ന് മുഹമ്മദ് സലീം 3 പേരുകൾ കേൾക്കുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ 28-ാം തീയതി അല്ലേ മീറ്റിംഗ് ആണ് അന്ന്. പക്ഷേ ആരെയും തീരുമാനിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താൽക്കാലിക ചുമതല തന്നെ കൊടുക്കണമെന്നില്ല, ഒരാൾക്ക് കൊടുക്കില്ല. പകരം ഇവര് ഇതിൻ്റെ അകത്തൊരു സംവിധാനമുണ്ട്. അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളതല്ല, ഈ സെക്രട്ടേറിയറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന നിലക്ക് 3-4 പേരടങ്ങുന്ന ഒരു സംഘം. ആ സെക്രട്ടേറിയറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ 4 പേരൊക്കെ ഉണ്ടാവും. ആ 4 പേർക്കും കൂടി ഈ ചുമതല കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല. ഒരു പാർട്ടിയിലും അങ്ങനെ ചെയ്യാറില്ല. ഈ പാർട്ടിക്ക് പക്ഷേ അത് ചെയ്യാൻ പറ്റും. കാരണം അതിന് അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട് ശരിക്കും. ആ സംവിധാനമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പുതിയ സെക്രട്ടറി ഇനി അടുത്ത സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കേണ്ട വരും. ശരിയായ രീതി അതാണ് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഈ എന്തെല്ലാം പറഞ്ഞാലും ഇങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ട്. സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അത് കഴിഞ്ഞാൽ ലോക്കൽ സമ്മേളനം കഴിഞ്ഞാൽ ഏരിയ സമ്മേളനം കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം, പിന്നെ അവസാനം പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസ്സാണ് ഇത് തിരഞ്ഞെടുക്കുക. അത് ഇതുവരെയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റിച്ചിട്ടില്ല. നമ്മളെന്തെല്ലാം ചീത്തയൊക്കെ അതിനെ പറഞ്ഞാൽ പോലും ഈ ഒരു സംവിധാനം ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്, അവരുടെ ജനാധിപത്യം മറ്റുള്ളവർ കാണുന്ന ജനാധിപത്യമാണെന്നുള്ള പ്രശ്നമല്ല. പക്ഷേ അല്ല, അങ്ങനെ സംവിധാനം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് കൃത്യമായി പ്രവർത്തിച്ചിട്ട് അതിലൂടെയാണ് ഈ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞ സമയത്താണ് സീതാറാം യെച്ചൂരി എന്ത് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കാം. ആ സമ്മേളനങ്ങളൊക്കെ നടന്ന് അതിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത്
ഒരു സെക്രട്ടറി തിരഞ്ഞെടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ പുതിയ സെക്രട്ടറി ഉണ്ടാവില്ല. ഇപ്പൊ സീതാറാം യെച്ചൂരി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഒക്കെ ഗുരുതര ആരോപണങ്ങൾ വരുന്നത്. അപ്പോഴും പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ആലോചന നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ പിണറായിക്കെതിരെയും പിണറായിക്കൊപ്പവും നിൽക്കുന്ന ഒരു ചേരിതിരിവ് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അത് തുറന്ന് പാർട്ടിക്കുള്ളിലുള്ളവർ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അപ്പോഴും പിണറായിയെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ് യെച്ചൂരി സ്വീകരിച്ചത്. അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇനി വരുന്നവർ, ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞവർ മത്സര രംഗത്തേക്ക് വരണ്ട എന്നുള്ള ഒരു തീരുമാനം പാർട്ടി തന്നെ എടുക്കുന്നു. പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ പിണറായിക്ക് 81 വയസ്സാവും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി നയിക്കാൻ ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് ലീഡർഷിപ്പ് ഉള്ള ഒരു നേതാവ് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്ത് ഉണ്ടാകുമായിരിക്കും. പക്ഷെ ആരും മുന്നിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്താണെങ്കിലും കരുത്തുറ്റ ഈ യെച്ചൂരിയെ പോലെ കാര്യങ്ങളെല്ലാം ഒതുക്കി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാൾ വേണം. ഇവിടെയും മുഖ്യമന്ത്രി സ്ഥാനത്തും അങ്ങനെ ഒരാൾ വേണം. അത്തരത്തിൽ ഒരാളെ തീരുമാനിക്കാൻ പാർട്ടിക്ക് കഴിയുമോ? അല്ല, ഇപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം ജനറൽ സെക്രട്ടറി കാര്യത്തിലുള്ള പ്രശ്നം നമ്മൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പിണറായി വിജയന് ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വീഴ്ചകളും ഒക്കെ സംഭവിക്കുന്നതായിട്ട് എതിരാളികളും അനുകൂലികളും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഒരു പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുതിയൊരു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ആലോചനകൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്തായാലും മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല. പാർട്ടി ഈ മറ്റു പാർട്ടികൾ പറയുന്നവരല്ലേ, ഇനി അതങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലാതെ കയറി മത്സരിക്കാനുള്ള ശേഷി ഒരു മനുഷ്യനും ആ പാർട്ടിക്കകത്തില്ല എന്നുള്ളതാണ്. പിണറായി ആയാലും സാധ്യത. 75 കഴിഞ്ഞവർ പാർട്ടിയിൽ മത്സരരംഗത്തേക്ക് വേണ്ട എന്നുള്ള പാർട്ടിയുടെ തീരുമാനം പിണറായി അനുസരിക്കും. അല്ല, രണ്ടാമത്തെ ടേം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ രണ്ടാമത്തെ ടേമിൽ എനിക്ക് മാത്രമാണ് ഒരു ഇത് കിട്ടിയത്, ഇളവ് കിട്ടിയത്, അടുത്തതിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മരുമകനെ തിരികെ കയറ്റാനുള്ള ഒരു തന്ത്രമാണ്. മരുമകനൊന്നും ഇതിൻ്റെ അകത്ത് കയറില്ല. ഈ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് ഒരു സ്കോപ്പും മരുമകനെ ഞാൻ കാണുന്നില്ല. ആളുകൾ പക്ഷേ വളരെ കൂടുതൽ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയുടെ ഒരു സംവിധാനത്തിൽ മരുമകൻ ഒന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയില്ല. പിണറായി ഉണ്ടത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് എത്താനായിട്ട് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ക്യാരക്ടറാണ് പുലർത്തുന്നതെങ്കിൽ പിണറായി അദ്ദേഹം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. മക്കൾക്ക് ജോലിയൊന്നും വാങ്ങിച്ചു കൊടുക്കാത്ത എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്കറിയാം. അവർ പോയി തെണ്ടി തിന്നിട്ടെന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് വളരെയധികം നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാറി പുതിയ തലമുറ വന്ന സമയത്ത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടെടുത്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സാർ, ഈ സീതാറാം യെച്ചൂരിയുടെ കാര്യം, അതായത് യെച്ചൂരിക്ക് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന്, ആശിഷ് യെച്ചൂരിയുടെ മരണം. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സീതാറാം യെച്ചൂരിയെ വല്ലാതെ വലച്ചു കളഞ്ഞു. അത് ദുഃഖത്തിലായെത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത്, സീതാറാം യെച്ചൂരി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ നേതാക്കളുമായിട്ടും വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് വളരെയധികം ചിരിച്ച് സംസാരിച്ച് പോകുന്ന ഒരാളെ നരേന്ദ്രമോദി ബഹുമാനിക്കുന്ന, അതായത് കൈകൂപ്പി ബഹുമാനിക്കുന്ന ഒരാളായിട്ട് സീതാറാം യെച്ചൂരിയെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഒരേപോലെ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഒരു വിടവ് അത് പാർട്ടിക്ക് ഒരു എന്താണ്, ആ ഒരു സ്പേസിലേക്ക് പുതിയൊരാളെ കണ്ടെത്തുക ഒരു വളരെ പ്രയാസകരമായ കാര്യമാണ്. അല്ല, പാർട്ടി പുതിയ കാലത്ത് പ്രവർത്തിക്കണമെങ്കിൽ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള നേതാക്കളെ കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പഴയ രീതിയിൽ അതിന് പ്രവർത്തിക്കാനായിട്ട് യാതൊരു സ്പേസും ഇല്ല യഥാർത്ഥത്തിൽ. മാത്രമല്ല, കാലം മാറി വരുന്ന സമയത്ത് രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിന് മാറ്റം ഉണ്ടാകും. ആ ഭൂപടത്തെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ രാഷ്ട്രീയമായിട്ട് ആ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയും. സീതാറാം യെച്ചൂരിക്ക് അതുണ്ടായിരുന്നു. കാരണം സീതാറാം യെച്ചൂരി വളരെ ശക്തമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് കോൺഗ്രസുമായിട്ടുള്ള ഒരു സൗഹൃദം രാഷ്ട്രീയത്തിൽ CPM-ന് സാധ്യമായി തീർന്നത്. ഇന്ത്യ മുന്നണി സാക്ഷാത്കരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നേരത്തെ സുർജിത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. അങ്ങനെയാണ് UPA സർക്കാർ എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. മാത്രമല്ല, ഇവർക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള MP മാരുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ CPM പൊളിറ്റിക്സ് എങ്ങനെ ആണ് വരുന്ന കാലത്തിനെ പാകപ്പെടുത്തിയെടുത്ത് അതിനനുസരിച്ച് ആളുകളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതെന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഒരു നല്ല ഉത്തരം സീതാറാമിൽ ഉണ്ടായിരുന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒന്ന്, അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നല്ല ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. രണ്ടാമത് അദ്ദേഹത്തിന് വലിയ സാധ്യതകളുണ്ടായിരുന്നു, സ്വത്ത് സമ്പാദനവും മറ്റുമൊക്കെ. അദ്ദേഹം പക്ഷേ അതിൻ്റെ പിന്നാലെ പോയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രശസ്തയായിട്ടുള്ള ജേർണലിസ്റ്റാണ്. അവരുടെ ശമ്പളം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം രാജ്യസഭയിൽ അംഗമായിരുന്നതിൻ്റെ ഫലമായിട്ട് അതിൽ കിട്ടുന്ന പെൻഷനൊക്കെ ഉണ്ടാകും. എന്നുവെച്ചാൽ വളരെ മീഗറായിട്ടുള്ള ഒരു തുക കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് അദ്ദേഹത്തെ മരിച്ച സമയത്ത് ഞാൻ ആ പ്രദേശത്ത് ഞാൻ പല ഘട്ടങ്ങളിൽ പോയി താമസിച്ചിരുന്നെങ്കിലും എനിക്കൊരിക്കൽ പോലും ഈ വസന്ത് കുഞ്ഞെന്ന് പറയുന്ന സ്ഥലം, അത് വസന്ത് കുഞ്ഞ് ജാനുവരിയുടെ കുറച്ച് ഇപ്പുറത്തായിട്ട് വരും. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കണം എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ഒരു വളരെ മുകളിൽ ഇങ്ങനെ ചുട്ടുകൊള്ളുന്ന ചൂടൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം താമസിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാലഹരണപ്പെട്ട ഒരു നമ്മുടെ പഴയ കാലത്തെ നമ്മൾ പറയും ഇതൊക്കെ മ്യൂസിയത്തിലൊക്കെ പറ്റുന്ന സൈസ് കാറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ കാറ് കൊണ്ടൊക്കെ അദ്ദേഹം പോകും. കാറ് വല്ലയിടത്തും കടയിൽ കഴിഞ്ഞാൽ അവിടെ ഇട്ടും പോകും. പിന്നെ പോലീസുകാരാണ് എടുത്തുകൊണ്ടുപോയിട്ട് പാർട്ടി ഹൗസിലെത്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാതെ പാർട്ടി പൊളിറ്റിക്സിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ജീവിച്ചിരുന്നു. അങ്ങനത്തെ ഒരാൾ എനിക്ക് തോന്നുന്നില്ല ഇനി CPM കണ്ടെത്താൻ പറ്റും. കാരണം ഇത് പഴയ CPMൻ്റെ കാലത്ത് വളർത്തി രൂപപ്പെടുത്തിയെടുത്ത ഒരു നേതാവായിരുന്നു. ഇന്നത്തെ നേതാക്കൾ പക്ഷെ അങ്ങനെയല്ല. പണം സമ്പാദിക്കുന്നതിന് വേണ്ടി പണത്തിനോട് ആർത്തിമൂത്ത് നടക്കുന്ന നേതാക്കളാണ്. അവരിൽ നിന്ന് നമുക്കൊരിക്കലും സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരു ലീഡറിനെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. സാർ, അവിടെ ഈ സീതാറാം യെച്ചൂരിക്ക് ചില ലിമിറ്റേഷനുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും നിലപാടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കൂടി അദ്ദേഹത്തിന് പക്ഷേ കേരളത്തിലെ ചില അഴിമതി കഥകൾ വരുമ്പോൾ, ചില സ്വർണ്ണക്കടത്തിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളെ പറ്റിയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിന് പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിനുള്ളിലുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അത് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതേപോലെ തന്നെയാണ് സീതാറാം യെച്ചൂരിയെ പോലെ തന്നെയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണനും. പലപ്പോഴും പ്രതികരിക്കണമെന്ന് തോന്നി. പിണറായിക്ക് ശേഷം ആരെ എന്നുള്ളൊരു ചോദ്യത്തിന് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉത്തരം കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. പിണറായി എപ്പോഴും പിണറായിയോടൊപ്പം നിൽക്കുന്ന, അതായത് ഈ സീതാറാം യെച്ചൂരിയെ പോലെ എന്ത് വന്നാലും അതിനെ ചേർത്ത് പിടിച്ച് പിണറായിയെ നിർത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും വിയോഗം അതൊരു പാർട്ടിക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അങ്ങനെയല്ലേ? അതെ, അത് രണ്ടുപേരുടെ കാരണം CPMൻ്റെ ചിരിക്കുന്ന മുഖം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചത്. അതേപോലെ തന്നെയാണ് CPMൻ്റെ സൗഹൃദമാണ് യെച്ചൂരി എന്നുള്ളത്. അത് രണ്ടുമാണ് ആ പാർട്ടിക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത് ഒരു മാതൃകയാക്കി വെച്ച് അതിൻ്റെ തലത്തിലേക്ക് വരാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് മുന്നോട്ട് പോക്കുന്നവരുടെ സാധ്യതയായി തീരും. ഈ കേരളത്തിൽ ഇങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത്, അതേപോലെ തന്നെ മകളുടെ കർത്തയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിൽ പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ. കാരണം കേന്ദ്രം അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിലേ പിണറായി എന്ത് ചെയ്യണം, പുറത്താക്കേണ്ടി വരും. അപ്പോൾ അത്രയും കടുത്ത നിലപാടിലേക്ക് പോകുന്നതിന് പകരമായിട്ട് സ്വകാര്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വളരെ ശക്തമായിട്ടൊരു കാര്യത്തിൽ യെച്ചൂരി ഇടപെട്ടിരുന്നു. എപ്പോഴാണെന്ന് പറയാം, കേരളത്തിൽ പോലീസ് ആക്ട് കൊണ്ടുവന്നു. അതെ, പോലീസ് ആക്ട് ഒരു നാണവുമില്ലാതെ പിണറായി വിജയൻ ഇവിടെ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് ശക്തമായിട്ട് അതിൽ ഇടപെട്ട് അത് തിരുത്തി. അത് യെച്ചൂരി ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടപെടാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവർ പലപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകട്ടെ എന്നുള്ള ചില പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് നേരത്തുള്ളത്. കാരണം ഒരു കർക്കശമായിട്ടുള്ള നിലപാടിനേക്കാൾ നല്ലത് കുറച്ചും കൂടിയൊക്കെ അയഞ്ഞ സൗഹൃദപരമായ നിലപാടാണെന്ന് കരുതിയ പല ഘട്ടങ്ങളും ഉണ്ടാവും. അത് അവരുടെ ശക്തിയും ദൗർബല്യവുമാണ് ശരിക്കും പറഞ്ഞു. തീർച്ചയായിട്ടും യെച്ചൂരിക്ക് പകരം വയ്ക്കാൻ ചിരിക്കുന്ന മുഖമായ കോടിയേരി ബാലകൃഷ്ണനും സൗഹൃദമായി മുന്നോട്ട് പോകുന്ന യെച്ചൂരിക്കും പകരം വയ്ക്കാൻ രണ്ടുപേരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർക്ക് പകരം വയ്ക്കാൻ മറ്റാരുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം എന്ന് നിലനിൽക്കെ പാർട്ടിയെ നയിക്കാൻ ഒരാൾ കൂടിയേ തീരൂ. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ചേർന്ന് തിരഞ്ഞെടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായും.